വെൽക്കം ടു നിഷാസ് സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് അതും ഒറ്റ മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ്, പനീർ ഫ്രൈഡ് റൈസ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ലഞ്ച് ബോക്സിന് ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നോർമൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കറി നമുക്ക് വേണം അല്ലേ. ഈ പനീർ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒറ്റ മീലായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് അറിയിക്കുക. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് നല്ലപോലെ 4-5 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചേക്കുന്നതാണിത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് റൈസ് ഉണ്ടാക്കിയാലും നമ്മളിങ്ങനെ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം പനീറാണ്. ഇത് ഞാൻ 1 മണിക്കൂർ മുമ്പേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിരിക്കുവായിരുന്നു ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ പനീറിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടിട്ട് വെള്ളം ഊറ്റിക്കളയണം. നമ്മുടെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അപ്പം 10 മിനിറ്റ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങനെ കിടക്കട്ടെ. ഇനി ഈ സമയത്ത് ഞാൻ പോയി ഫ്രൈഡ് റൈസിനുള്ള ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് പനീറിലെ വെള്ളമൊക്കെ ഊറ്റി വെച്ചേക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് കുറച്ച് മതി, സോസിനെല്ലാം ഉപ്പ് കാണും. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പനീർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് വേവിക്കുന്ന സമയം വരെ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പനീർ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം 1 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനു വേണ്ടി ഞാനൊരു 4-5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ നല്ലപോലെ എടുക്കണം. നമ്മൾ വറ്റിച്ചെടുക്കുക അല്ല, വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയുവാണ്. അപ്പം നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ വേണം അരി വേവിക്കാൻ. പിന്നെ അരി വേവിക്കുമ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. അരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഫ്രൈഡ് റൈസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളതിൽ ഒരു വലിയ പാത്രം എടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിപ്പം 1 ഗ്ലാസ് റൈസ് എടുത്തിട്ടുള്ളൂ. എന്നാലും ഞാൻ ഉള്ളതിൽ നല്ലൊരു വലിയ പാത്രം എടുത്തേക്കുന്നത്. വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 1/2 മുറി നാരങ്ങ, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് നീര് പിഴിഞ്ഞ് വെള്ളത്തിലോട്ട് ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. അരി വേകാനായിട്ട് അരിക്കുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പൊ ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർക്കണം കേട്ടോ, എന്നാലേ അരിയിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ നേരത്തെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തു. അതിൽ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫോട്ടോയിൽ കാണിച്ചതുപോലെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. 1-2 പേരെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നന്നായിട്ട് കിട്ടിയെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ റൈസ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ ബസ്മതി റൈസ് ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അതിന്റെ സ്റ്റാർച്ച് കണ്ടന്റ് നല്ലപോലെ കളയണം. 4-5 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളം മുഴുവനായിട്ട് ഊറ്റി കളഞ്ഞ് വെച്ചിരുന്ന റൈസാണിത്. ആ റൈസിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ബസ്മതി റൈസ് ആയിരിക്കണം മേടിക്കേണ്ടത്. ഇതിപ്പോ ഞാൻ മേടിക്കുന്നത്, അന്നും കുറെ പേര് കമന്റ്സ് ചോദിച്ചിരുന്നു ഏത് ബസ്മതി റൈസാന്ന്. ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസാണ് മേടിക്കാറുള്ളത്. അത് നാട്ടിലും കിട്ടുന്ന ബ്രാൻഡാന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളം നല്ലപോലെ തിളച്ച് നമ്മുടെ ഉപ്പും നാരങ്ങ നീരും എണ്ണയും ചേർത്തിട്ട് അരി ഇടുക. ഇതിപ്പോ ഞാൻ അടച്ചു വെക്കുന്നില്ല, വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോ ഞാൻ അടച്ചു വെക്കാതെ ഓപ്പൺ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുവാണ്.
ഫ്ലെയിം ഇപ്പൊ ഹൈ തന്നെയാണ് കേട്ടോ. ഒന്ന് നല്ലപോലെ തിളച്ച് കുമിളുകൾ വന്ന് തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. ഇപ്പോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുകയാണ്. അരി വേഗം വെച്ചിട്ട് ഇപ്പൊ മൊത്തം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരി വെന്തോന്ന് അറിയാനായിട്ട് ഒരു റൈസ് എടുത്ത് ഒന്ന് കടിച്ചു നോക്കുക. അപ്പം കടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഉടയും വേണം, എന്നാൽ കുഴഞ്ഞിരിക്കാനും പാടില്ല. കറക്റ്റ് പരുവത്തിൽ തന്നെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ റൈസ് കറക്റ്റ് 7 മിനിറ്റ് കൊണ്ട് വെന്തു. ചില ബ്രാൻഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മിനിറ്റ് ഒന്ന് കൂടിയെന്നോ കുറഞ്ഞെന്നോ വരാം കേട്ടോ. ഇത് ഇനിയും ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഈ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഈ സ്ട്രെയിനറിൽ നിന്ന് നന്നായിട്ട് പോയതിനു ശേഷം ഒരു പ്ലേറ്റിലായിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ശരിക്കും ഏറ്റവും നല്ലത് നമ്മള് കുറച്ച് മുമ്പേ, ഒരുപാട് നേരത്തെ മുമ്പേ ഒക്കെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് കിട്ടും. ഇതിപ്പോ ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നല്ല ചൂടിലൊക്കെ ഉണ്ടാക്കിയാല് അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ ഇങ്ങനെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ടാക്കി ഒന്ന് നിരത്തി വെക്കണം, ഒന്ന് വേഗം തണുത്ത് കിട്ടാനായിട്ട്. ഇനിയും നമുക്ക് ഫ്രൈഡ് റൈസിന്റെ ബാക്കി പ്രൊസീജിയറിലോട്ട് കടക്കാം. ആ സ്റ്റൗ കത്തിച്ച് ആ സെയിം പാത്രം തന്നെ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇനിയും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീർ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ആ 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഒന്ന് എല്ലാ സൈഡും ഒന്ന് ശകലം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. എല്ലാ സൈഡും ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നേ ഉള്ളൂ ഒരു 2-3 മിനിറ്റ്. ചിലപ്പോൾ ഈ കോൺഫ്ലവർ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇളക്കുന്ന ആ തവി വെച്ച് തന്നെ ഒന്ന് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. എന്നുവെച്ചാൽ നമ്മൾ ബാക്കി കുക്കിംഗ് എല്ലാം ഇപ്പൊ തന്നെ ചെയ്യല്ലേ, അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ആക്കാത്ത. വീണ്ടും ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടെ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് വേഗം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാ ഇനിയും ചെയ്യുന്നത്. ഇപ്പൊ സ്പീഡിൽ ഇളക്കണേ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. സവോളയുടെ കൂടെ തന്നെ 1 ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇതിനകത്ത് ബീൻസും ഒക്കെ ചേർക്കാം കേട്ടോ. എന്റെ ഇപ്പൊ ബീൻസ് ഒന്നും ഇരിപ്പില്ല. ഞാൻ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു പനീർ ഫ്രൈഡ് റൈസ് ചെയ്യുവാണ്. അപ്പൊ ബീൻസ് വേണമെങ്കിലും ചേർക്കാൻ കുഴപ്പമില്ല. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ക്യാരറ്റ് ഇട്ട് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിന് കുറച്ച് വേഗം ഉണ്ടല്ലോ. അപ്പം ക്യാരറ്റ് 1-2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. ഒരു ചെറിയ ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞത്. ക്യാപ്സിക്കം ഒക്കെ ഏത് കളർ വേണമെങ്കിലും ചേർക്കാവേ. ഞാനിപ്പം എൻ്റെ 2-3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഓറഞ്ച് ആയതുകൊണ്ട് ഞാൻ പച്ച ക്യാപ്സിക്കം ചേർത്തതേ ഉള്ളൂ. ഏതായാലും ബീൻസ് ഇല്ല, അപ്പൊ ഫുള്ള് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ക്യാപ്സിക്കം അധികം നേരം ഒന്ന് വഴറ്റണ്ട. ഏകദേശം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ ആ തണ്ട് ഭാഗം ഈ സമയത്ത് ചേർക്കണേ. എന്നിട്ട് ആ ലീഫി ഭാഗം ലാസ്റ്റാ ചേർക്കേണ്ടത്. തണ്ട് ഈ സമയത്താ ചേർക്കേണ്ടത്. ക്യാപ്സിക്കത്തിന്റെ കൂടെ തന്നെ തണ്ട് ഭാഗവും ചേർക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പനീറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടി മാത്രം നമ്മൾ ഇച്ചിരി സോസും കൂടെ ചേർക്കും. അതനുസരിച്ച് ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആണ്. ഇപ്പൊ ഗ്രീൻ ചില്ലി സോസ് കയ്യിലില്ലെങ്കിൽ നമ്മൾ ആ പനീറിന് ചേർത്ത് റെഡ് ചില്ലി സോസ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പച്ചമുളകിന് പകരം ഗ്രീൻ ചില്ലി സോസ് ഒന്ന് ടേസ്റ്റിന് ചേർക്കുന്നതേ ഉള്ളൂ.
സോസൊക്കെ വല്ലപ്പോഴും എടുക്കുന്ന കാരണം കുപ്പിന്നൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇനിയും ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. സോയാ സോസ് കൂടരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഇപ്പൊ കണ്ടില്ലേ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അധികം നേരമൊന്നും വെച്ചില്ല, ശരിക്കും ഞാൻ ഈ വെജിറ്റബിൾസ് വേവിക്കുന്ന സമയമൊക്കെ എടുത്തിട്ടുള്ളൂ, വഴറ്റുന്ന സമയം എടുത്തിട്ടുള്ളൂ. പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച കാരണം വേഗം ചൂട് മാറി വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞിട്ടില്ല, കണ്ടില്ല നല്ല തരിതരിപ്പായിട്ട് കിടക്കുക നമ്മുടെ റൈസ്, നല്ല മണിമണി പോലെ കിടക്കുക. ആ റൈസ് ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോേ. നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഫ്രൈഡ് റൈസിന് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് റൈസ് വേവിച്ചെടുക്കുന്ന ആ പോർഷൻ തന്നെയാണ്. റൈസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയാൽ നമുക്ക് നല്ല ഉഗ്രൻ ഫ്രൈഡ് റൈസ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ കൂടെ ചേർക്കാം. പനീർ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കരുത്, എന്നാൽ ഭയങ്കര ക്രിസ്പി ആയി. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് പനീർ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഞെങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് അത് വളരെ റബ്ബർ പോലെ ഇരിക്കും പനീർ ഓവർ ഫ്രൈ ആയാലും. അത് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓവർ ഫ്രൈ ആയാൽ ഭയങ്കര റബ്ബറിഷ് ആയിരിക്കും, ഒട്ടും കൊള്ളത്തില്ല, അതിന് ടേസ്റ്റേ കിട്ടത്തില്ല. അപ്പം ഒരുപാട് ഫ്രൈ ആയി പോകാൻ പാടില്ല. അതിനാണ് അങ്ങനെ റബ്ബർ ആവാതിരിക്കാനാണ് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നത്. എന്നാലും ഫ്രൈ ചെയ്യുമ്പോഴും കൂടെ ശ്രദ്ധിക്കുക, ഒത്തിരി മുരിഞ്ഞു പോകരുത് പനീർ. ആ സോഫ്റ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് പനീർ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സോഫ്റ്റും ആയിരിക്കണം, എന്നാൽ നമ്മൾ കുറച്ച് ക്രിസ്പി ആവാനാ കോൺഫ്ലവർ ചേർത്തേക്കുന്നത്. വെളിവശമൊക്കെ ഒന്ന് മുരിഞ്ഞിരിക്കണം, എന്നാൽ അത് സോഫ്റ്റും ആയിരിക്കണം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിന്റെ ലീഫി ഭാഗം ദാണ്ട് ഈ സമയത്ത് ലാസ്റ്റ് ഇടാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. നീ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ചെയ്താലും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിനീഗറിന്റെ ആ ടേസ്റ്റ് എല്ലായിടത്തോട്ടും പോകത്തൊക്കെ വേണ്ട. ഇത്രേ ഉള്ളൂ പരിപാടി. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ്. ഇത് ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുകൊണ്ട് ഒരു വലിയ പ്രൊസീജിയർ ആണെന്നൊന്നും തോന്നണ്ട കേട്ടോ. ആക്ച്വലി ഞാനിത് ഇന്ന് ഉണ്ടാക്കാൻ കാര്യം, ഇപ്പൊ ഉച്ചക്കത്തേക്ക് എനിക്ക് അല്ലെങ്കിൽ ഇപ്പം ചോറ് വെക്കണമായിരുന്നു, ഒരു ബീറ്റ്റൂട്ട് തോരന് വെക്കണമായിരുന്നു, പിന്നെ സാമ്പാർ വെക്കണം. അപ്പൊ എല്ലാം കൂടെ ആലോചിച്ചപ്പോഴത്തേക്ക് പിന്നെ നാളെ സ്കൂളിൽ മോക്ക് കൊടുത്തയക്കാനും എന്തെങ്കിലും ഉണ്ടാക്കണം, വേറെ റൈസ് ടൊമാറ്റോ റൈസും എല്ലാം വെക്കണം എന്ന് ആലോചിച്ചു. അപ്പം എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് ആകെ മടിയായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇരിപ്പുണ്ട്, പനീറും ഇരിപ്പുണ്ട്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയത് പനീർ ഫ്രൈഡ് റൈസ് ആണ്. നല്ല ഈസി അല്ലേ? അപ്പം നാളെ ഹസ്ബൻഡിന് ഓഫീസിലും കൊടുത്തയക്കാം, മോക്ക് സ്കൂളിലും കൊടുത്തയക്കാം, എനിക്കിന്ന് ഉച്ചയ്ക്കൊക്കെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പം എനിക്ക് നല്ല ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രൊസീജിയർ നമ്മൾ സാധാരണ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വലിയ പാടായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആക്ച്വലി വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറി ആവശ്യമില്ലെന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമ്മൾ പനീറൊക്കെ നല്ല മാരിനേറ്റ് ചെയ്ത് ചേർത്തേക്കുന്ന കാരണം വേറെ ഒരു കറി ആവശ്യമില്ല. ഇച്ചിരി തൈരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാലഡ് ആയാലും കുഴപ്പമില്ല, തൈരിൽ സാലഡ് വെള്ളരിക്കയൊക്കെ അരിഞ്ഞിട്ട് തൈരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ തൈരായാലും മതി, നല്ലതായിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഇപ്പോൾ അവധി സീസണാണ്, അത് കഴിയുമ്പോഴത്തേക്കും സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ കൊടുത്തയക്കാനും ഒക്കെ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ താല്പര്യമില്ലെങ്കിൽ റൈസൊക്കെ വേവിച്ച് വെക്കുക, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുക. രാവിലെ എഴുന്നേറ്റ് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന പ്രൊസീജിയറല്ലേ ഉള്ളൂ. പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് പനീർ ഫ്രീസറിലോട്ട് വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മാരിനേറ്റ് ചെയ്ത പനീർ.
അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് അറിയിക്കുക. നിഷ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.